നമസ്കാരം, നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൂട്ടുകാരാണ്. ഇന്ന് നിൽക്കുന്നത് എക്സ്കോണിലെ BEML എന്ന് പറഞ്ഞ ഒരു ഹെവി കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് കമ്പനിയുടെ ഒരു പവലിയനിലാണ്. അവിടെ കുറേയധികം മെഷീൻസ് ഉണ്ട്. നല്ല ഇരുട്ടി ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 6 മണിയോളമായി. ലാസ്റ്റ് നമ്മൾ എത്തിയാണ്, ഇന്നത്തെ ദിവസം നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ കുറേയധികം മെഷീൻ റേഞ്ചുകൾ നമുക്ക് ഇവിടെ കാണാം. ആ ഒരു മെഷീൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. BEMLന്റെ തന്നെ ഒരു കിഡിലൻ എക്സ്കവേറ്ററാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വന്നിരിക്കുന്ന എക്സ്കവേറ്റർ എന്ന് പറയുന്നത് 220 BE220 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഏറ്റവും മികച്ച ഹൈഡ്രോളിക് എഫിഷ്യൻസി ഉള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ പവർഫുൾ എക്കണോമിക് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. 148 HP 120 കിലോവാട്ടാണ്, 2000 RPM. അതുപോലെ തന്നെ ബക്കറ്റ് കപ്പാസിറ്റി വരുന്നത് 0.44 to 1.26 മീറ്റർ ക്യൂബാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. അതിനോട് ചേർന്ന് അതിന് മുന്നിലേക്ക് കിടക്കുന്ന മറ്റൊരു മെഷീനാണ് B100 എന്ന് പറഞ്ഞ കൊമേഴ്സ്യൽ എക്യുപ്മെന്റ്സിലെ തന്നെ ഒരു BS4 മെഷീനാണ്. ഇത് നമ്മൾ റോഡ് കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ലോഡറാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന 165 കിലോവാട്ട് പവറിന്റെ ഒരു ഹെവി എഞ്ചിനും അതുപോലെ തന്നെ 2300 RPM 165 കിലോവാട്ടാണ് ഈ ഒരു എഞ്ചിന്റെ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാസ് എന്ന് പറയുന്നത് 18 ടണ്ണാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് മാസ് എന്ന് പറയുന്നത്. ലോഡ് സെൻസിങ്, ഹൈഡ്രോളിക് വിത്ത് ജോയിസ്റ്റിക് കൺട്രോളും, ട്രാൻസ്മിഷൻ ഇൻ സിംഗിൾ ലെവൽ കൺട്രോൾ, അങ്ങനെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വീൽ ലോഡേഴ്സിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേന് ഏറ്റവും ഹെവി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വീൽ ലോഡറും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. നമുക്കിപ്പം BEML എന്ന് പറഞ്ഞ കമ്പനി നമുക്കൊരു സെമി ഗവൺമെൻറ് റേഞ്ച് വരുന്നൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ കുറേയധികം അത്ര വലിയൊരു ഹെവി റേഞ്ച് ഓഫ് മെഷീൻസ് ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷേ ഉള്ളതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മാരക സാധനങ്ങളാണ്. അതിന് മുൻവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മോട്ടോർ ഗ്രൈഡർ എന്ന് പറയും. അതായത് റോഡിലെ നികത്താനും കാര്യങ്ങളൊക്കെ, റോഡ് പണിതുകൊണ്ടിരിക്കുമ്പം ഈ മെറ്റിലൊക്കെ കൊണ്ടിട്ടിട്ട് അത് നികത്താനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ പരിപാടികൾ ചെയ്തു. മോട്ടോർ ഗ്രൈഡർ നിങ്ങൾ ഇഷ്ടംപോലെ റോഡ് പണിയുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോട്ടോർ ഗ്രൈഡർ എന്ന് പറയുന്നത് ഇതിനകത്ത് ചെയ്യുന്ന പറയുന്നത് അശോക് ലെയ്ലാൻഡിൻ്റെ ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ എക്സ്കോണിൻ്റെ സമയത്ത് നമ്മൾ ഈ സാധനം നമ്മളിത് കണ്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. BG605i എന്ന് പറഞ്ഞ ഒരു മോഡലാണിത്. ഇതിൻ്റെ പവർ ഷിഫ്റ്റ്, ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ വിത്ത് ഓട്ടോ മാനുവൽ ഷിഫ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു ഗിയർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എർഗണോമിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റേഴ്സ് ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് LED ഡിസ്പ്ലേ, ഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ്, ബാക്കി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈഡ്രോളിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും സെൻട്രലായിട്ട്. ഇതിൻ്റെ പമ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. BEML തന്നെ BD651 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്കറിയാമല്ലോ, ക്രോളർ ഡോസറാണ് ഈ ഒരു വന്നിരിക്കുന്നത്. വീൽ ഡോസർ ഒക്കെ പറഞ്ഞാൽ ഇത് ക്രോളർ ഡോസറാണ് ഈ ഒരു വന്നിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് 165 HP പവറും അതുപോലെ 180 HP പവറിൻ്റെ വാഹനങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യുവൽ സീറ്റ്സ്, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിൻ്റെനൻസ് കുറവുള്ളൊരു മോഡലാണ് തന്നെയാണ് പറയുന്നത്. ടോപ്പ് സ്പിൻ ടോണൽ സാധനങ്ങൾ, അതുപോലെ തന്നെ റോളേഴ്സ് കൊടുത്തിരിക്കുന്നു. 1, 2, 3, 4 റോളേഴ്സ് വന്നിട്ടുണ്ട്. BEML എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് കമ്പനി മെയിനായിട്ട് മിലിറ്ററി പർപ്പസിനുള്ള വലിയ ഹെവി വാഹനങ്ങളാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, റോഡ് കൺസ്ട്രക്ഷൻ, മെട്രോയ എല്ലാ സെഗ്മെന്റിലേക്കും വളരെ ഹെവി രീതിക്കുള്ള മികച്ച കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ആണ് BEML പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ റിവ്യൂവും ഇതിൻ്റെയൊക്കെ വാഹനങ്ങളുടെയൊക്കെ റിവ്യൂ ഒക്കെ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ചെയ്യുന്നതാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്ന അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് നിങ്ങൾ സ്വന്തം വിഷ്ണു കൊടുവർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.